അതുണ്ടല്ലോ ലഡാക്ക് ട്രിപ്പിലെ നമ്മുടെ ആദ്യ ദിനം ലേ പാലസിലായിരുന്നു. ഇന്റർനാഷണൽ യോഗ ഡേയിൽ ചെന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എൻട്രി ഫ്രീ ആയിരുന്നു. നമ്മളവിടെ കയറി 400 വർഷം പഴക്കമുള്ള കൊട്ടാരം, 100 മുറികളുള്ള കൊട്ടാരമാണ്. അകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതിനകത്തെ ആ ഒരു ഭംഗിയൊക്കെ കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. മൊത്തം മരത്തിലാണ് ചെയ്തേക്കുന്നത്. അതിങ്ങനെ കണ്ടെടുത്തപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു ഈ രാജാവിൻ്റെ ഒരു ആരോഗ്യം, ഇദ്ദേഹം എങ്ങനെ ഇതിനകത്ത് ഓടിച്ചാടി കീറിറങ്ങി നടന്നു എന്നുള്ളത്. അതിനുശേഷം ഞങ്ങൾ പോയത് ഹാൾ ഓഫ് ഫെയിമിലേക്കാണ്. ആർമിയുടെയാണ്. അവിടെ നമ്മുടെ വാരിയേഴ്സിൻ്റെയൊക്കെ എന്താ പറയുക, അവരുടെ നമ്മുടെ പരംവീർ ചക്ര അതൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ പേരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുള്ള ആയുധങ്ങളൊക്കെ ഉണ്ട്. ഇത് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിളിച്ചത് നമ്മളുടെ ആയുധങ്ങളാണ്. നല്ല പാകിസ്ഥാൻകാരുടെ ആയുധങ്ങളായിരുന്നു. ട്രഡീഷണൽ ഡ്രസ്സ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇത് നമ്മുടെ കാർഗിൽ യുദ്ധത്തിൽ മരിച്ച പട്ടാളക്കാരുടെ ഒരു സിമിട്രിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ പിന്നെ വീട്ടിലേക്ക് പോയിട്ടു. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ശാന്തി സ്തൂപ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. ഈ ശാന്തി സ്തൂപയിൽ പോയപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും ലേയിലെയും ആ ഹാൾ ഓഫ് ഫെയിമിലെയും വെയിൽ എന്നെ തകർത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ക്ഷേത്രത്തിനുള്ളിൽ കയറിയിരുന്നു. അവിടെ കാല് നീട്ടി അവിടെ ഇങ്ങനെ ധ്യാന നിമഗ്നയായിരുന്നു കേട്ടോ. ബാക്കി നമ്മുടെ രാജുസാറും ഡോപ്പിയും കൂടിയാണ് ഇതൊക്കെ പോയി കണ്ടത്. ഞാനിതൊക്കെ സത്യമായിട്ട് ഈ വീഡിയോയിലാണ് കേട്ടോ കണ്ടത്. ഇതിൻ്റെയൊക്കെ മേളിൽ ഇങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞേയില്ല. പക്ഷേ വേറൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനവിടെ ഇങ്ങനെ കാല് നീട്ടി ഇരിക്കുമ്പോൾ കുറച്ച് ടൂറിസ്റ്റുകൾ വന്നിട്ട് എന്നോട് ചോദിക്കായിരുന്നു ഇതിൻ്റെ ഹിസ്റ്ററി ഒന്ന് പറഞ്ഞു തരുമെന്ന്. ഞാൻ അവിടുത്തുകാരിയാണെന്നവർ തെറ്റിദ്ധരിച്ചോ എന്നൊരു സംശയം. ഞാൻ പേടിച്ചു പോയി കേട്ടോ. ഞാൻ പറഞ്ഞു സോറി, ഞാനിങ്ങനെ ഒന്ന് തലകറങ്ങിയിട്ട് ഇരുന്നാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കണക്കിന് തടുത്തപ്പോൾ ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാണ്. ഇവർ വന്ന് പറഞ്ഞു കേട്ടോ നല്ല വ്യൂ ആയിരുന്നു, നല്ല രസമായിരുന്നു ഇതിൻ്റെ മുകളിൽ നിന്ന്. പക്ഷെ ആ വെയിലായിരുന്നു ഒരു പ്രശ്നം. ഞാനാണെങ്കിൽ തൊപ്പി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് പറ്റിപ്പോയത് കേട്ടോ. എന്തായാലും നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. ലേ പാലസും ശാന്തി സ്തൂപയും അതുപോലെ നമ്മുടെ ഹാൾ ഓഫ് ഫെയിമും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എല്ലായിടത്തും ഞാനിങ്ങനെ ഒരു വെള്ള ഒരു തൂവാല പോലത്തെ സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ആരുടെയും എനിക്ക് ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും നടന്നിട്ടില്ല. പിന്നെ നമ്മൾ പോയത് സംഗം പോയിന്റിലേക്കാണ്. സംഗം പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സിന്ധു നദിയിലെ നമ്മൾ പഠിച്ചിട്ടില്ല. സിന്ധു നദിയും പിന്നെ സംസ്കാർ എന്ന് പറഞ്ഞ നദിയും കൂടി ചേർന്നൊരു സ്ഥലത്ത് നല്ല അടിപൊളി ഒരു റാഫ്റ്റിംഗ് പോയിന്റാണ് കേട്ടോ. വേൾഡ്സ് ഹയസ്റ്റ് റാഫ്റ്റിംഗ് പോയിന്റ് ആയിരുന്നു. 2 മണിക്കൂർ 14 കിലോമീറ്റർ റാഫ്റ്റ് ചെയ്യാനായിട്ട് 2000 റുപ്പീസാണ്. അപ്പോൾ ഈ 2 മണിക്കൂർ അവിടെ കളയാനായിട്ട് നമുക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റാഫ്റ്റ് ചെയ്യില്ല. നമ്മൾ നേരെ മാഗ്നറ്റിക് ഹില്ലിലേക്ക് പോയി അവിടെ ഇങ്ങനെ കയറ്റത്തിലേക്ക് വണ്ടി കയറിപ്പോയിരുന്ന പ്രതിഭാസമൊക്കെ കണ്ടു. അപ്പം നാളെ കാണാം.